കാരണം ഈ ലൈൻ പൊട്ടി വീണേ ഒരു സ്ത്രീ ഒരു പുരുഷന് ഈ വെള്ളത്തിൽ കറണ്ടടിച്ച് മരിച്ചിട്ടുണ്ട് ഇവിടെ. പുള്ളി ലൈൻ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നോക്കാൻ എന്ത് കാര്യം? ആരും നോക്കൂല, ഒരു കുഞ്ഞും നോക്കിയിട്ടില്ല. അവിടെയാണ് മെയിൻ പ്രശ്നം. അവിടെ നിന്ന് വെള്ളം ഒലിച്ചു പോകണം, എന്നാലേ ഈ ഉടല് ഇവിടുത്തെ വെള്ളം പോകുള്ളൂ ആ ഭാഗത്തേക്കുള്ള. പൂജ, വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജനം. കാരണം ഇതിനു മുമ്പ് ഇവിടെ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് ഷോക്ക് ഏറ്റും ആളുകൾ മരിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് പ്രദേശവാസിയായിട്ടുള്ള ചേട്ടൻ പറയുന്നത്. എന്തായാലും ഇവിടെ പ്രായമുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റുകളൊക്കെ തന്നെ ഉണ്ട്. അവിടെയുള്ള ആളുകൾക്കൊക്കെ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആദ്യം ചേട്ടൻ സൂചിപ്പിച്ചിരുന്നു. കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന വാഹനങ്ങളൊക്കെ, ബസ്സുകളൊക്കെ വരുന്ന ദൃശ്യങ്ങൾ കൂടെ നമ്മൾ മുൻപ് കാണിച്ചിരുന്നു. അപ്പോൾ അത്രത്തോളം തന്നെ ജനജീവിതം ദുരിതത്തിലാണ്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ജനജീവിതം തടവറയിൽ തന്നെയാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ വീഴുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഓടകളൊക്കെ തന്നെ അടഞ്ഞു മൂടിയ സാഹചര്യമാണ്. അപ്പം ഈ വാഹനങ്ങൾ പോകുമ്പോൾ എവിടെയാണ് ഓടയുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ല. പലപ്പോഴും ഓടകൾ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ പ്രദേശത്തുണ്ട്. വെള്ളം ഇപ്പോൾ നിലവിലൊന്ന് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ശക്തമായ ഒരു മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേ അവസാനം ഉണ്ടാകും. നമ്മൾ അറിയുന്നത് പോലെ തന്നെ വലിയ മഴ പെയ്ത്ത് തിരുവനന്തപുരം നഗരത്തിനകത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ചെറിയ മഴയോടുകൂടി തന്നെ ഇത്രത്തോളം ശക്തമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായ പ്രശ്നം മുൻപ് ചേട്ടൻ പറഞ്ഞ പോലെ കലിങ്ങിന്റെ പണിയുടെ ഭാഗമായിട്ട്, ബൈപ്പാസിന്റെ പണിയുടെ ഭാഗമായിട്ട് കെട്ടി അടയ്ക്കപ്പെട്ടതാണ്. തോട് കെട്ടി അടയ്ക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്രത്തോളം വെള്ളം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ അജന്താപ്പള്ളി ലൈനിൽ ഇത്രത്തോളം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പക്ഷെ എന്നിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയോ, അധികാരികൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ, വാർഡ് കൗൺസിലർ തിരിഞ്ഞു നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്.